പിന്നെ തൈലലേപനം, അഭ്യംഗം എന്ന് പറയുന്നത് ഓപ്പോസിറ്റ്, പ്രതിലോമമായിട്ടുള്ള ആപ്ലിക്കേഷൻ അഭ്യംഗം, പ്രതിലോമ അഭ്യംഗം ചെയ്യുക, തൈലങ്ങൾ തേച്ച് പ്രതിലോമ അഭ്യംഗം ചെയ്യുക, എക്സസൈസ് ചെയ്യുക. ഇതൊക്കെ കൊണ്ട് വളരെ ഫലപ്രദമായി ശാസ്ത്രീയമായി തന്നെ ആയുർവേദത്തിൽ വെരിക്കോസ് വെയിൻസിന് നല്ല രീതിയിലുള്ളൊരു ചികിത്സ കൊടുക്കുവാൻ കഴിയുന്നുണ്ട്. ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മളതിൻ്റെ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി അതിനെ ചികിത്സിക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് നമ്മളൊരു വല പോലെ, നെറ്റ് പോലെ, വെബിംഗ് എന്ന് നമ്മൾ പറയും, ആ തരത്തിൽ കരിനീലിച്ച് നിറത്തിലുള്ള നെറ്റ് പോലെ ഉള്ള ചെറിയ ചെറിയ രക്തക്കുഴലുകൾ പ്രത്യക്ഷപ്പെടുകയും ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് മരുന്നുകൾ കഴിക്കുകയും എക്സസൈസ് ചെയ്യുകയും ചികിത്സ തേടുകയും ചെയ്തു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുകളിലേക്ക്, നമ്മൾ ചില ആളുകളുടെയൊക്കെ കാണുന്ന പോലെ വലിയ ബബിൾസ് പോലുള്ള ഇതിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി, ഒരു ബൾജിങ്ങിലേക്ക് പോകാതെ, ഇതിൻ്റെ വെരിക്കോസ് അൾസർ എന്ന് പറയുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളവരാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ വെരിക്കോസ് അൾസർ ഹീൽ ചെയ്യാൻ വളരെ പാടാണ്. സർക്കുലേഷൻ, സർജിക്കൽ റിമൂവലിന് ശേഷമുള്ള കേസുകൾ ഒരുപാട് നമ്മുടെ അടുത്ത് വരാറുണ്ട്. അതായത് വെയിൻ സർജിക്കലി റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സർക്കുലേഷൻ ഉണ്ടാകും. ഏതെങ്കിലും ഒരു ചെറിയൊരു തട്ടലോ മുട്ടലോ കൊണ്ട് അവിടെ ഒരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ രക്തയോട്ടം കുറവായതുകൊണ്ട് തന്നെ ആ ഒരു വൂണ്ട് ഹീൽ ചെയ്ത് വരുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ വെരിക്കോസ് അൾസറിലേക്ക് പോകാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ് ആയുർവേദ ചികിത്സയുടെ ഭാഗം.